പ്രഗ്നൻസി ടൈമിലുള്ള സ്ട്രെസ്സ് കാരണം, അതായത് സ്ത്രീകൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് കുട്ടികളെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് വളരെയേറെയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സോ ഹായ് ദേർ, ദിസ് ഈസ് ഡോക്ടർ ആര്യാദേവി. പ്രഗ്നൻസി സമയത്ത് നമുക്ക് വളരെയധികം ടെൻഷൻ കൂടുതലാണെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ കുട്ടികളെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അതായത് നമുക്ക് വളരെയധികം സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കോർട്ടിസോളിൻ്റെ അളവ് വളരെയധികം കൂടാനായിട്ടും ആ ഒരു കോർട്ടിസോള് നമ്മുടെ പ്ലാസൻ്റ വഴി കുട്ടിയുടെ ശരീരത്തിലേക്ക് കടന്ന് അത് കുട്ടിയുടെ ബ്രെയിനിൽ ആക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ വരെയൊക്കെ അത് പോകാനുള്ള ചാൻസ് വളരെയേറെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ്, മഴ നനഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പനി വരില്ല, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് വളരെ സ്ട്രെസ് ഉണ്ടെങ്കിൽ കൂടെ അത് നമ്മുടെ കുട്ടീനെ എപ്പോഴും എഫക്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ആ ഒരു ജനറ്റിക് ടെൻഡൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല തന്നെയാണിത്. ഇത്തരത്തിൽ നമുക്ക് സ്ട്രെസ് ഒഴിവാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡിസീസും ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിനു വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതായത് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് റോളുള്ളത് ഹസ്ബൻഡിന് തന്നെയാണ്, അല്ലേ? നമ്മുടെ പാർട്ട്ണറിന്. അവർക്ക് നമ്മളെ മനസ്സിലാക്കാനും ആ ഒരു സമയത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ടെൻഷൻസ് ഈസി ആയിട്ട് ഓവർകം ചെയ്ത് വരാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ പ്രഗ്നൻസി എങ്ങനെയായിരിക്കും, ഡെലിവറി എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. കാരണം ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് അതിൻ്റെ വഴിക്കങ്ങ് പോയിക്കോളും. നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു സമയം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്ക് പ്രഗ്നൻസിനെ കുറിച്ചോ ഡെലിവറിനെ കുറിച്ചോ ഉള്ള അമിതമായിട്ടുള്ള ഉത്കണ്ഠകളാവാം, അല്ലെങ്കിൽ പൈസേനെ കുറിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളോ, വീട് വെക്കുന്നതിനെ കുറിച്ചോ, അതും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ വരുത്തി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടോ, അതും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കലാമിറ്റീസ്, അതായത് വെള്ളപ്പൊക്കം, ഭൂമി കുലുക്കം, ഇങ്ങനത്തുള്ള ഏത് തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളും നമ്മളെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഡോക്ടറിനോടും നമ്മുടെ പാർട്ട്ണറിനോടും ഒക്കെ തുറന്ന് പറയുന്നതിലൂടെ നമുക്കിതിനെ നല്ല രീതിയിൽ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഹോമിയോപ്പതിയിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ഡെവലപ്മെൻ്റൽ പ്രോബ്ലംസ് ഒക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള അമ്മമാരുടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യവും ഇത് തന്നെയാണ്.